ശരിക്കും തേച്ചു പിടിപ്പിക്ക്. നിന്നെ കുറിച്ചുള്ള എല്ലാ ധാരണകളും ഇന്നത്തെ ഒരൊറ്റ സംഭവത്തോടെ തീർന്നു കിട്ടി. ആണുങ്ങൾക്ക് പെണ്ണുങ്ങളോട് തന്നെയാണ് ആകർഷണം തോന്നേണ്ടത്. പക്ഷെ നിനക്ക് ആക്രാന്തമായി പോയി. അതിന് ചുട്ടടി തന്നെയാണോ മരുന്ന്. കാണേണ്ടതൊക്കെ കണ്ടെങ്കിലേ പിന്നെ കുറച്ച് അടി കിട്ടിയാൽ എന്താ കുഴപ്പം? ഭാഗ്യവാൻ എന്തൊക്കെ കണ്ട്. ഓ, അവന്റെ നോട്ടം കണ്ടില്ലേ? എന്തൊക്കെയായിരുന്നു വീമ്പ് പറച്ചില്. പെണ്ണുങ്ങളെ ഇഷ്ടമല്ല, അവരെ വെറുപ്പാണ്. ഇത്രയും വെറുപ്പുള്ളവര് പിന്നെ എന്തൊളിഞ്ഞു നോക്കാനാണ് ആ കുളത്തിന്റെ അവിടെ പോയത്? സത്യം പറഞ്ഞ ഇത്രയും പെണ്ണുങ്ങൾ ഒരുമിച്ച് കണ്ടപ്പോ നിന്റെ കൺട്രോൾ പോയിട്ടല്ലടാ നീ എടുത്തിയാടിയത്. സത്യം പറഞ്ഞ നീ പറയണ കേട്ടാ തോന്നുന്നു ഞാൻ പെണ്ണുങ്ങളെ കാണാത്ത ആളാണിത്. ഞാൻ അസൽ പെണ്ണുങ്ങളുടെ കൂടെ നിന്ന് കളിക്കൽ ആളിയാണ്. ശരിക്കും എന്തുണ്ടായത് നീ ചോദിച്ചില്ലല്ലോ. ചോദിച്ചോ? നീ ആരടാ? പെണ്ണുങ്ങളുടെ ഒപ്പം കളിക്കും, ആണുങ്ങളുടെ ഒപ്പം കളിക്കും. നീ ആരടാ? സകലകലാവല്ലവനാ. എന്താ ഉണ്ടായത്? ഇതിനൊക്കെ കാരണം നീ തന്നെയാണ്. ഞാൻ എന്ത് ചെയ്ത്? പറടാ. പറയില്ല. പറയാൻ എനിക്ക് മനസ്സില്ല. നീ പറയടാ. അവളുമാര് വിചാരിച്ച് ഞാൻ അവളുമാരെ എന്തോ കുന്തം നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. നീ അവറ്റകൾ എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി തുള്ളിച്ചോ എന്നാ പോലും നോക്കില്ല ഞാന്. നിനക്കപ്പ ഇപ്പോഴും കണ്ടു മതിയായില്ലല്ലേ? നോക്കുവെങ്കിലേ അടിയുടെ വേദന ഞാൻ സഹിക്കാം. പക്ഷെ ആ പെണ്ണുങ്ങളെ കൂട്ടിക്കെട്ടി എന്നെ തരംതാഴ്ത്തിയുള്ളതിന്റെ സംസാരം ഉണ്ടല്ലോ, അതെനിക്ക് സഹിക്കാൻ വയ്യ. ആ കൂത്തച്ചികൾ എന്നെ ഇടിക്കണം നീ കണ്ടതല്ലേ? എന്നിട്ട് എവിടെയും പൊട്ടിയോ മുറിഞ്ഞോ നോക്കണേ മരക്കളിയാക്കാണ്. കൂടെ പുറമേക്കാ സ്നേഹം എന്നെ ഉണ്ടെന്ന് പറഞ്ഞത് ഇതാവണ്ടല്ലേ? നോട കല്ല് വെച്ച നോട, ഇതാ നിന്റെ സ്നേഹം. പോടറാ, വിട് 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 പോട്ടെ. ഇവൻ ഇത്തരക്കാരനാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അല്ലെങ്കിൽ നിന്റെ കൂടെ താമസിക്കാൻ ഞങ്ങൾ സമ്മതിക്കുമോ? എന്തായാലും നിങ്ങൾ കണ്ടെത്തിയ പുള്ളിയോള ആ വേഷം കിട്ടി തലേ കൊടാൻ വെച്ചത് ഇങ്ങനെ ഒരു നിപ്പ, എന്നിട്ട് ഇങ്ങനെ ഒരു പോക്ക് ജയം പോണ പോലെ നെഞ്ചും വെച്ച് മസിലും പരിപ്പിച്ച് നിൽക്കുമ്പോ ആരെങ്കിലും വിചാരിക്കും ഇവ എങ്ങനെ എടുത്തനാണ്. വെങ്കിടിയെ ഈ സൂക്ഷിച്ചോ, പെണ്ണുങ്ങളുടെ പ്രേമം പോലെയല്ല പെങ്കൂസന്മാരുടെ പ്രേമം. ആ, ഇന്നാള് വേറൊരു സംഭവം ഉണ്ടായി. കിടന്നുറങ്ങുമ്പോഴാണ് ഞെക്കി പിടിച്ച് കൊല്ലാൻ നോക്കണത്. എന്തിന്റെ ഭ്രാന്താണ് നിനക്ക്? നീ എന്താ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ്? ഒന്നുമില്ലേ? കഴുത്ത പിടിച്ച് ഞെക്കിട്ട് ഒന്നുമില്ലെന്നാ? കിടന്നുറങ്ങാനും സമ്മതിക്കില്ലടാ. ഒരു കുടുംബം നോക്കണ മനുഷ്യനെ നേരിട്ട് വട്ടം കറക്കണം. നിന്റെ ഒരു സ്വപ്നവും നടക്കില്ല. അതിന് വെച്ച വെള്ളം നീ അങ്ങ് വാങ്ങി വെച്ചോ കേട്ടോ. കഴുതയില്ല കനക. ഞാനും വെങ്കിടിയും തമ്മിൽ ഇഷ്ടാ. അല്ല, ഞാൻ ആരെ കല്യാണം കഴിച്ച നിനക്കെന്താ? വെങ്കിടി നിന്റെ ആരാ? വെങ്കിടി ഒരു ആണാണ്, ഞാനൊരു പെണ്ണാണ്. ഞങ്ങള് തമ്മിൽ കല്യാണം കഴിക്കും. സുഹൃത്താണെങ്കിൽ നീ കൂടെ നിക്കേ. നിനക്കിത് അസൂയയാ. അസൂയക്കും കുശുമിന്റെ നല്ല ചുട്ട അടിയാണ് വേണ്ടത് കേട്ടോ. മിണ്ടാണ്ട് പൊക്കോടുന്നു. എന്ത് ചെയ്യും നോക്ക്. വേലി കിടക്കണ പാമ്പിനെടുത്ത് തോളിലിട്ട പോലെ അന്ന് വീട്ടിൽ ചെന്ന
ഞാൻ ഇഷ്ടമുള്ള പെണ്ണുങ്ങളെ പോയി കാണും, ഉറങ്ങും, കൂടെ കിടക്കും. അത് ചോദിക്കാൻ നീ ആരാ? ഞാൻ തോന്നിയ പോലെ ജീവിക്കുന്നവനാ. അങ്ങനെയുള്ള എന്നെ നിയന്ത്രിക്കാൻ വന്നാലല്ല, അതിന് നീ ആയിട്ടില്ല. മനസ്സിലായ? വേഷം കെട്ടാൻ പറഞ്ഞു. എന്താണ് ഓഫ് ചെയ്തില്ലെങ്കിൽ ശവ ഇനിയും വരും. ആഷാഢമാസം ആത്മാവിൻ മോഹം അനുരാഗമധുരമാന്തരീക്ഷം. ഒന്ന് നിർത്തറ. എടാ ചിറ്റേ, എന്താടാ എന്താ എന്താ കാര്യം? ആരോട് ചോദിച്ചാൽ നിങ്ങൾ വീടിനുള്ളിൽ കയറിയത്? എന്താ ചിരിക്കണ? ഇവിടെ കയറുന്ന ആരും സമ്മതം നിന്റെ ഇവിടെ വെങ്കിടി ഇല്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. മര്യാദയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോ, അതാ നല്ലത്. ഞാൻ വളരെ മോശം. അത് ഞങ്ങൾക്കറിയാം. എന്നാലും നിന്നെ ഈ വേഷത്തിൽ കണ്ടിട്ട് എങ്ങനെ പോവും എന്റെ തമ്പുരു? പിന്നെന്താ നിങ്ങൾക്ക് വേണ്ടത്? ചെവിയിൽ 2 ചെമ്പരത്തിപ്പ് കൂടെ വച്ചെങ്കിൽ നന്നായിരുന്നു. പപ്പാ, കളിക്കല്ലേ കളിക്കല്ലേ, എന്നോട് കളിക്കാൻ നിൽക്കല്ലേ. എന്റെ അടുത്ത് വരരുത്, എന്റെ ദേഹത്ത് തുടരുത്. എന്താ സൗന്ദര്യം! ഇപ്പൊ നിന്നെ കണ്ട ഏതൊരാണിനും മോഹം തോന്നും. വാ.